മഹാകുംഭമേളയിൽ മൗനി അമാവാസിയുടെ അമൃത സ്നാനത്തിന് മുന്നോടിയായുള്ള ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ 10 പേരോളം മരിച്ചതായി സൂചന. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കുംഭമേള പ്രദേശത്ത് തന്നെയുള്ള താൽക്കാലികമായിരിക്കെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. അമൃത് സ്നാനം ഇന്ന് ചെറിയ രീതിയിൽ മാത്രമേ നടത്തുള്ളൂവെന്ന് അഖില ഭാരതീയ അകാര പരിഷത്ത് പ്രസിഡന്റ് രവി പുരി പറഞ്ഞു. 1 മണിക്കൂറിനിടെ 3ാം തവണയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. മഹാകുംഭത്തിലെ കൊടും കാര്യസ്ഥത മൂലമുണ്ടായ അപകടത്തിൽ ഭക്തർ മരിച്ച വാർത്ത അങ്ങേയറ്റം ദുഃഖകരമാണെന്നും ഈ ദുഷ്കരമായ അപകട സമയത്ത് സംയമനവും ക്ഷമയും പാലിച്ച് തീർത്ഥാടനം സമാധാനപരമായി പൂർത്തിയാക്കാൻ ഭക്തരോട് അഭ്യർത്ഥിക്കുന്നതായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ട്വീറ്റും ചെയ്തു. എല്ലാ ഘട്ടങ്ങളിലും ആളുകൾ സമാധാനപരമായി ഇപ്പോഴും സ്നാനം ചെയ്യുന്നതെന്നും കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുകയുണ്ടായി. 60 പേരുമായാണ് സംഗമത്തിന് എത്തിയത്. രക്ഷപ്പെടാൻ യാതൊരു പഴുതുമുണ്ടായില്ല. വളരെ പെട്ടെന്നാണ് തിരക്ക് അനുഭവപ്പെട്ടത്. ഉന്തും തള്ളലും ഉണ്ടായതോടുകൂടി പലരും നിലത്ത് വീണു. കർണാടകയിൽ നിന്നെത്തിയ സരോജിനി എന്ന ഭക്തർ വെളിപ്പെടുത്തിയതാണിത്. അപ്രതീക്ഷിതമായാണ് വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടതെന്നാണ് ഭക്തർ പറയുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് പലരും വീണുകൂടുണ്ടായ പലരുടെയും കാണുന്നില്ലെന്നും പലരും പറയുകയുണ്ടായി. പരിക്കേറ്റവരുടെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തുവരെ എത്തിയിട്ടില്ല. അപകടത്തിൽ 30ഓളം സ്ത്രീകൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചതായും സൂചനകളുണ്ട്. ഭക്തർ സംഘം കട്ടിലേക്ക് പോകരുതെന്നും അഭ്യർത്ഥിച്ച് അധികൃതർ മുന്നിൽ തന്നെയുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അമൃതസ്നാനം ഉണ്ടാകില്ലെന്നും അധികൃതർ അറിയിച്ചു. ഭക്തരോട് അഭ്യർത്ഥനയുമായി യോഗി ആദിത്യനാഥും എല്ലാവരും തങ്ങളുടെ സമീപനത്തിലുള്ള കട്ടുകളിൽ സ്നാനം ചെയ്യണമെന്നും ത്രിവേണി സംഗമത്തിലേക്ക് പോകരുതെന്നും നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട്.